വാർത്തകൾ തുടരുന്നു. ഞെളിയൻ പറമ്പ് വിഷയത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലിൽ പ്രതിപക്ഷ ബഹളം. പ്ലക്കാർഡുകളുമായി UDF, BJP അംഗങ്ങൾ പ്രതിഷേധിക്കുന്നു. വളരെ നല്ല ഒരു മനസ്സോട് ഇത്തിരി മണ്ണ് എന്നതിൽ നല്ല മനസ്സ് വളരെ പ്രധാനമായിരുന്നു. അതുകൊണ്ട് നല്ല മനസ്സുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് മാത്രം നമുക്ക് സമാധാനിക്കാം. അതിന്റെ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സർക്കാരിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക പദപ്രയോഗമായിരുന്നു മനസ്സോട് ഇത്തിരി മണ്ണ്. നമ്മുടെ ലൈഫിന്റെ സമ്പൂർണ്ണ വിനേഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനേഷ്, ഇന്ന് പ്രതിപക്ഷത്തിന്റെ നോട്ടീസിൽ വിശദീകരണം നൽകും മേയർ എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. മേയറുടെ വിശദീകരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷം ബഹളം വെക്കുകയാണോ? എന്താണ് നടക്കുന്നത്? ശരി, ഇപ്പോൾ കൌൺസിലർമാർ മാധ്യമങ്ങളെ കാണുന്നു. കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് കോഴിക്കോട് കോർപ്പറേഷൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു സമീപനത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഞെളിയൻ പറമ്പിലും മുഖ്യമന്ത്രിയുടെ സാങ്കേതിക ഉപദേഷ്ടാവ് അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഈ ഫയലിന്റെ മൂവ്മെന്റ്സ് അവരെ പോലെയുള്ള ആളുകൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അത്തരം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇതിന്റെ പേയ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ശരിയാവണ്ണം അവിടെ നടപടികളൊന്നും നടക്കാത്ത സ്ഥിതിക്ക് 75% പേയ്മെന്റ് ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ല. ഈ കരാർ റദ്ദ് ചെയ്യണം. 12.67 ഏക്കർ സ്ഥലം തിരിച്ചു കോഴിക്കോട് കോർപ്പറേഷന് കിട്ടണം. അത് കിട്ടുന്നത് വരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ സമരത്തിലുണ്ടാകും. അദ്ദേഹം ഇവിടെ സന്ദർശിച്ചത് നവംബർ മാസത്തിലാണ്. അത് ഞെളിയമ്പറമ്പിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ ഫയലിന്റെ പ്രൊസീഡിങ്സ് ട്രാക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഴിക്കോട് കോർപ്പറേഷൻ ഇതിൽ വലിയ സേ ഒന്നുമില്ല. കച്ചവടമെല്ലാം മുകളിൽ നിന്ന് ഉറപ്പിച്ചിട്ട് ബാക്കിയുള്ള കരുക്കൾ ഇവിടെ നിൽക്കുകയാണ്. അതിന് നിന്നു കൊടുക്കാൻ എന്തായാലും കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രതിപക്ഷം ഒരുക്കമല്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ
വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലിൽ ഉയർത്തുകയാണ് പ്രതിപക്ഷാംഗങ്ങൾ. പ്ലക്കാർഡുകളുമായി UDF BJP അംഗങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഒരു കാരണവശാലും കരാറുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് ഇരുന്നാണ് ഇപ്പോഴും നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങൾ, ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. വിനേഷ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി. വിനേഷ്, ഇന്ന് ഈ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ നോട്ടീസിൽ മറുപടി നൽകും എന്നാണ് മേയർ അറിയിച്ചിരുന്നത്. കൌൺസിൽ യോഗം തുടങ്ങിയ ആദ്യം തന്നെ പ്രതിപക്ഷാംഗങ്ങൾ വലിയ ബഹളമുയർത്തുകയാണോ? എന്താണ് കോർപ്പറേഷൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഈ ഇൻഫ്രാടെക്കിനെ കരാറിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ നേരത്തെ മുതൽ തന്നെ ആവശ്യപ്പെടുന്നത്. അതിൽ അവർ ഉറച്ചു നിൽക്കുകയാണോ? രേണുക, തീർച്ചയായും ഈ കമ്പനിയെ, അതായത് ഈ കമ്പനിയെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ്, അതായത് സോണ്ട കമ്പനിയെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് BJPയും അതുപോലെ തന്നെ UDFും. ഇപ്പോൾ BJP കൗൺസിലറായ നവ്യ ഹരിദ സംസാരിക്കുന്നു. ഈ നഗരത്തെ ഇത്രത്തോളം പ്രാധാന്യത്തോടു കൂടെ കാണുന്ന ഈ ഒരു മാലിന്യ പ്രശ്നം അടിയന്തരമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം, അത് ബഹുമാനപ്പെട്ട മേയർ ആ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഈ കൌൺസിൽ അനുവദിക്കുന്നില്ല. അതിനു പകരം വിളിച്ചു ചേർത്ത ഒരു അടിയന്തര വിഷയം മാത്രം എടുത്തുകൊണ്ട് ഇത്രത്തോളം നഗരത്തെ അലട്ടുന്ന ഈ ഒരു പ്രശ്നത്തെ തൃണവൽക്കരിക്കാനുള്ള കോർപ്പറേഷന്റെ ശ്രമമായിട്ടാണ് ഞങ്ങളിവിടെ ഇന്നത്തെ ഈ ഒരു കൌൺസിലിൽ നടന്നിട്ടുള്ള നടപടികളെ കാണുന്നത്. കൂട്ടിയിട്ട സംഭവത്തിൽ തീർച്ചയായിട്ടും ഞങ്ങളൊരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് അതിന് നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥർ ആരാണെന്നോ എന്ത് കാര്യത്തിനാണ് BJPയുടെ കൌൺസിലർമാരെ കൂട്ടിയിട്ടതിനോ എന്നൊരു വിശദീകരണം നൽകിയിട്ടില്ല. കരാറിൽ ദുരൂഹത എന്ന് പറയുമ്പോൾ അടിമൂടി പരിശോധിക്കേണ്ട ഒരു കരാറ് തന്നെയാണിത്. പല കോർപ്പറേഷനുകളിലും ഈ സോണ്ട ഇൻഫ്രാടെക് തന്നെ എടുത്തിട്ടുള്ള പദ്ധതികളിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള അഴിമതികൾ വന്ന പശ്ചാത്തലത്തിൽ മുടക്കിയിട്ടുള്ള കോടികൾക്ക് ഒരു തുമ്പ് പോലും പ്രതിഫലം കിട്ടാത്തൊരു സാഹചര്യം ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനിലും നിഴലിച്ചു നിൽക്കുകയാണ്. കോടികൾ ഈ മാലിന്യത്തിന് വേണ്ടിയിട്ട് സോണ്ട ഇൻഫ്രാടെക്കിന് നൽകിയിട്ടും ഇന്ന് അതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ പോകുന്ന സമയത്ത് ഒരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം പോലും ഈ ഞെളിയമ്പറമ്പിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത്, ഇന്നിവിടെ മേയർ പറഞ്ഞിട്ടുള്ളത് ആവിയായി പോയിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ അവകാശപ്പെടുകയാണ്. ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ മുടക്കിയിട്ടുള്ള കോടികളെല്ലാം തന്നെ ആവിയായി പോയതുകൊണ്ടാണ് ഈ ഭരണകൂടം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാതെ മാറി നിൽക്കുന്നത്. ഹലോ.